ലോകം മുഴുവൻ ഇസ്രായേലിനെതിരെ തിരിയുകയാണോ? യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ഗസയിലെ ഇസ്രായേലിൻ്റെ വംശഹത്യക്കെതിരെ രംഗത്ത് വരുന്നു. മേഖലയിലെ സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം വേണമെന്ന് രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നു. ഏറ്റവും ഒടുവിൽ പലസ്തീൻ രാഷ്ട്രം വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബെൽജിയം. ഈ മാസം അവസാനം നടക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ബെൽജിയൻ വിദേശകാര്യമന്ത്രി മാക്സിം പ്രവോട്ട് പറഞ്ഞു. ഗാസയിൽ നടക്കുന്ന വംശഹത്യയുടെ പേരിൽ ഇസ്രായേലിനെതിരെ കർശന ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്നും ബെൽജിയം അറിയിച്ചു. ഐക്യരാഷ്ട്രസഭാ സമ്മേളനത്തിൽ പലസ്തീൻ രാഷ്ട്രത്തെ ബെൽജിയം അംഗീകരിക്കും. ഇസ്രായേൽ സർക്കാരിനെതിരെ ശക്തമായ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്യും. ഉപപ്രധാനമന്ത്രി കൂടിയായ മാക്സിം പ്രവോട്ട് ചൊവ്വാഴ്ച എക്സിൽ കുറിച്ചു. സെപ്റ്റംബർ 22-നാണ് UNGA സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ ഫ്രാൻസും സൗദി അറേബ്യയും ചേർന്ന് പലസ്തീൻ അംഗീകാരത്തെക്കുറിച്ചുള്ള യോഗം സംഘടിപ്പിക്കും. ജൂലൈ അവസാനം UNGAയ്ക്കായി ലോക നേതാക്കൾ യോഗം ചേരുമ്പോൾ ഫ്രാൻസ് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ഓസ്ട്രേലിയ, കാനഡ, UK എന്നീ രാജ്യങ്ങളും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്ന് ഈ മാസം അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ പുറത്തുവിട്ട കണക്കനുസരിച്ച് ഐക്യരാഷ്ട്രസഭയിലെ ഏകദേശം 147 രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരുന്നു. ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ലോകത്തിൻ്റെ കണ്ണീരായി മാറുന്നു. ലോകരാജ്യങ്ങൾ ഗാസ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പലസ്തീൻ ജനതയ്ക്കൊപ്പം നിൽക്കുന്നു. അതിനിടെ ഇസ്രായേലിൻ്റെ ആഗോള പ്രതിച്ഛായ കുറയുന്നു. അതിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ആശങ്കയുണ്ട്. ഗാസയിലെ മാനുഷിക പ്രതിസന്ധിയേക്കാൾ ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത് ആഗോളതലത്തിൽ ഇസ്രായേലിൻ്റെ ഇമേജിനുണ്ടാകുന്ന ഇടിവാണ്. അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ഗാസയിലെ ജോലി പൂർത്തിയാക്കാൻ ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ അന്താരാഷ്ട്ര പിന്തുണ നേടുന്നതിൽ ഇസ്രായേൽ പരാജയപ്പെടുകയാണെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പലസ്തീൻ അനുകൂല വികാരം ആഗോളതലത്തിൽ വളരുന്നു. ഇസ്രായേലിനുള്ള പിന്തുണ വാങ്ങുന്നത് ട്രംപ് അംഗീകരിക്കുകയും ചെയ്യുന്നു. US കോൺഗ്രസിലെ ഇസ്രായേൽ അനുകൂല ലോബിയെ ട്രംപ് വിമർശിക്കുകയും ചെയ്യുന്നു. വെടിനിർത്തലിനും പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിനുമുള്ള ആവശ്യം ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ട്രംപിൻ്റെ പരാമർശങ്ങൾ. അതിനിടെ US-ലെ ഒരു സർവേ ഫലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ഗാസ യുദ്ധത്തിൽ US-ലെ പുതുതലമുറയുടെ പിന്തുണ ഹമാസിനാണോ? അങ്ങനെ ഒരു സർവേ ഫലമാണ് പുറത്തുവിട്ടിരിക്കുന്നത്. US-ലെ പുതുതലമുറയിലെ 60% പേരും ഇസ്രായേലിനേക്കാൾ ഹമാസിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് സർവേ അവകാശപ്പെടുന്നത്. 18-നും 24-നും ഇടയിൽ പ്രായമുള്ളവരാണ് ഹമാസിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതെന്ന് ഈ ആഴ്ച പുറത്തിറക്കിയ ഹാരിസ് പോൾ സർവേ ഫലം പറയുന്നു. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ നിങ്ങൾ കൂടുതൽ ഇസ്രായേലിനെയാണോ അതോ ഹമാസിനെയാണോ പിന്തുണയ്ക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഓൺലൈനിലൂടെ ആരാഞ്ഞത്. 25-നും 34-നും ഇടയിൽ പ്രായമുള്ളവരിൽ 65% പേരും ഹമാസിനേക്കാൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് പറഞ്ഞത്. 35-നും 44-നും ഇടയിൽ പ്രായമുള്ളവരിൽ 70% പേരും ഇസ്രായേലിനൊപ്പമായിരുന്നു. 45-നും 55-നും ഇടയിൽ പ്രായമുള്ളവരിൽ 74% പേരും ഇസ്രായേലിനെ അനുകൂലിച്ചു. 55-നും 64-നും ഇടയിൽ പ്രായമുള്ളവരിൽ 84% പേരും ഇസ്രായേലിനെ അനുകൂലിക്കുകയും ഹമാസിനെ തള്ളിക്കളയുകയും ചെയ്തു. 65 വയസ്സ് കഴിഞ്ഞവരിൽ 89% പേരും ഇസ്രായേലിന് പിന്തുണ പ്രഖ്യാപിച്ചു. എല്ലാ പ്രായത്തിലുള്ളവരും സർവേയിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ 74% പേരും ഇസ്രായേലിനെയാണ് അനുകൂലിച്ചത്. അതേസമയം 26% അമേരിക്കക്കാർ ഹമാസിനെ പിന്തുണച്ചു.